നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ അതിർത്തിയിൽ തുടരെ പ്രകോപനങ്ങൾ നടത്തുമ്പോഴും പാകിസ്ഥാന്റെ സാമൂഹിക സ്ഥിതി എങ്ങനെയാണെന്നറിയാമോ? ഒരു യുദ്ധം കൂടി അഭിമുഖീകരിക്കേണ്ടി വന്നാൽ ആയുധമെടുക്കാതെ തന്നെ തകർന്നു പോകുന്ന ഘട്ടത്തിലാണ് പാകിസ്ഥാൻ. 2025-ൽ 10 ദശലക്ഷം ആളുകളെങ്കിലും പട്ടിണിയാകാൻ പോകുന്ന രാജ്യമാണ് ഭീകരവാദികളെ തീറ്റിപ്പോറ്റുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ? പക്ഷേ അതാണ് വാസ്തവം. ഈ വർഷം പാകിസ്ഥാനിൽ 10 ദശലക്ഷത്തിലധികം ആളുകൾ കടുത്ത ഭക്ഷ്യ അരക്ഷിതാവസ്ഥയും പട്ടിണിയും നേരിടേണ്ടി വരുമെന്ന് ലോകബാങ്കിന്റെ സമീപകാല റിപ്പോർട്ട് പറയുന്നുണ്ട്. നെല്ല്, ചോളം തുടങ്ങിയ പ്രധാന വിളകളുടെ ഉൽപാദനത്തെ പ്രതികൂല കാലാവസ്ഥ ബാധിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അവശ്യ സാധനങ്ങളുടെ ക്ഷാമം പോലെ തന്നെ പാകിസ്ഥാന്റെ മണ്ണിൽ അവശ്യ മരുന്നുകളും കിട്ടാക്കനിയായേക്കും. ഓരോ അവശ്യ സാധനങ്ങൾക്കും പാകിസ്ഥാനിൽ നിലവിൽ തീപിടിച്ച വിലയാണ്. 1 കിലോ അരി വേണമെങ്കിൽ പാകിസ്ഥാനിൽ നിലവിൽ 340 രൂപ നൽകണം. 180 രൂപയാണ് പാകിസ്ഥാനിൽ 1 കിലോ പഞ്ചസാരയ്ക്ക് വില. അരി, പച്ചക്കറികൾ, പഴങ്ങൾ, കോഴിയിറച്ചി തുടങ്ങിയ അടിസ്ഥാന ഭക്ഷ്യവസ്തുക്കളുടെ വിലയും കുത്തനെ ഉയർന്നതായാണ് റിപ്പോർട്ടുകൾ. അരിക്ക് 340 രൂപയാണെങ്കിൽ കോഴിയിറച്ചിയുടെ വില കിലോയ്ക്ക് 800 രൂപയാണ്. പാകിസ്ഥാനിൽ നാരങ്ങ പോലും വിലയേറിയ വസ്തുവായി മാറിയിട്ടുണ്ട്. 250 ഗ്രാം നാരങ്ങ ഇപ്പോൾ 234 രൂപയ്ക്കാണ് പാകിസ്ഥാൻ വിൽക്കുന്നത്. പോരാത്തതിന് പാകിസ്ഥാൻ അടുക്കളയിലെ മറ്റൊരു അവശ്യ ഘടകമായ നെയ്യ് പോലും നിലവിൽ കിലോഗ്രാമിന് 2895 രൂപയ്ക്കാണ് വിൽക്കുന്നത്. മരുന്നുകളും വളങ്ങളും പോലും ക്ഷാമം നേരിടുകയാണ്. ഇന്ത്യ അട്ടാരി അതിർത്തി അടച്ചതോടെ വ്യാപാര ബന്ധങ്ങളും അവസാനിച്ചു. കടം വാങ്ങി മുടിയുകയെന്ന പ്രയോഗം മലയാളത്തിലേതാണെങ്കിലും പാകിസ്ഥാന്റെ കാര്യത്തിൽ അത് അക്ഷരം പ്രതി ശരിയാണ്. നിലവിൽ പാകിസ്ഥാന് 70.36 ട്രില്യൺ പാകിസ്ഥാൻ രൂപയുടെ കടബാധ്യതയുണ്ട്. ഇത് ഇന്ത്യൻ കറൻസിയിൽ ഏകദേശം 21.15 ട്രില്യൺ രൂപയ്ക്ക് തുല്യമാണ്. ഇതൊക്കെയാണെങ്കിലും ഭീകരവാദത്തിന് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും അവർ നൽകുന്ന സംഭാവനകൾ പറയാതിരിക്കാൻ വയ്യ. രാജ്യത്തെ സാധാരണക്കാരായ ആളുകൾ പട്ടിണിയിലേക്ക് നീങ്ങുമ്പോഴും അതിന് പ്രാധാന്യം കൊടുക്കാതെയാണിപ്പോൾ പാകിസ്ഥാന്റെ പ്രവർത്തികൾ.